നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഈശോയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളിന് വളരെ അടുത്ത് നിൽക്കുകയാണ്. ഈശോയുടെ സ്വർഗാരോഹണം. നാളത്തെ കഴിഞ്ഞ് വ്യാഴാഴ്ച നമ്മൾ ഈശോയുടെ സ്വർഗാരോഹണം ആഘോഷിക്കുകയാണ്. 29-ാം തീയതി ഈശോയുടെ സ്വർഗാരോഹണം വ്യാഴാഴ്ച നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈശോയുടെ വാഗ്ദാനമാണ്, അതിനുശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാകും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അത് സൂചിപ്പിക്കുന്ന വചനമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് 1-ാം അധ്യായം. അവിടെ 8 മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കും: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു: അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ നമുക്ക് തരുന്ന വലിയൊരു പ്രത്യാശയാണ്. ഈശോയിൽ വിശ്വസിക്കുന്ന ഏവർക്കും മരണത്തിന് ശേഷം ഉയർക്കാനും അതോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കും. മരണത്തോടുകൂടെ നമ്മുടെ ആരുടെയും ജീവിതം അവസാനിക്കുന്നില്ല എന്നുള്ള വലിയൊരു പ്രത്യാശ ഈശോയുടെ സ്വർഗാരോഹണം നമുക്ക് നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ നോമ്പ് കാലത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ കേൾക്കാനിടവന്നു. ഞാൻ ഈങ്ങാപ്പുഴ എടവപ്പള്ളിയിലെ ഈസ്റ്റർ സന്ദേശത്തിൽ ആ സംഭവം പറയുകയുണ്ടായി. സ്വർഗത്തെക്കുറിച്ച് മനോഹരമായിട്ടുള്ള ഒരു സംഭവം ഞാൻ വായിക്കുകയും കേൾക്കുകയും ചെയ്തതാണ്. അത് 2010 എഴുതിയ ഒരു പുസ്തകമാണ്. ഹെവൻ ഈസ് ഫോർ റിയൽ എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകം പിന്നീട് അതൊരു സിനിമയാക്കി 2014 അതേ പേരിലിറക്കി. കോടിക്കണക്കിന് ആളുകൾ കണ്ട മനോഹരമായ ഒരു പുസ്തകവും ചിത്രവും സിനിമയുമാണ് ഈ ഹെവൻ ഈസ് ഫോർ റിയൽ. സ്വർഗം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുള്ള പുസ്തകവും ആ സിനിമയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2000 ആണ്ടിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രം അമേരിക്കയിൽ സംഭവിച്ച ഒരു യഥാർത്ഥ സംഭവമാണ് ആ പുസ്തകമായിട്ട് വരുന്നത്. ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ഒരു പാസ്റ്ററാണ്, ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പേര് ടോഡ് എന്നാണ്. അദ്ദേഹത്തിന് ഭാര്യയും 2 മക്കളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹം ഇങ്ങനെ സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഈ പാസ്റ്ററിൻ്റെ 4 വയസ്സുള്ള മകൻ കോൾട്ടൺ എന്നാണ് അവൻ്റെ പേര്. കോൾട്ടൺ ബർപ്പോ എന്ന് പറയുന്ന കുട്ടിക്ക് പെട്ടെന്നൊരു അസുഖം ബാധിച്ച് അവൻ മരണക്കിടക്കയിലായി. അവന് വന്ന അസുഖം അപ്പൻഡൈസിസിൻ്റെ പെട്ടെന്ന് അത് പൊട്ടി, അത് വലിയ അപകടത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ കുട്ടി മരണപ്പെടാൻ ഇടയുണ്ട് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ ഈ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഈ പാസ്റ്റർ ദൈവസന്നിധിയിലിരുന്ന് കർത്താവിനോട് വഴക്കിടുകയാണ്. എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, എൻ്റെ കുടുംബത്തിൽ മറ്റു പ്രശ്നങ്ങളൊക്കെയുണ്ട്, പക്ഷെ നീ എൻ്റെ മോനെ തുടരുത് എന്ന് പറഞ്ഞ് ഈ പാസ്റ്റർ ദൈവസന്നിധിയിലിരുന്ന് വഴക്കടിക്കുകയും എന്തൊക്കെയോ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ കുട്ടിക്ക് വീണ്ടും ജീവൻ കിട്ടുകയാണ്. പക്ഷേ ഇവർക്ക് ഈ ഹോസ്പിറ്റൽ അടയ്ക്കാനുള്ള പണമോ മറ്റു കാര്യങ്ങളൊന്നും ഇവരുടെ അടുത്ത് സാമ്പത്തികം കാര്യമായിട്ടില്ല. അങ്ങനെ ഈ 4 വയസ്സുള്ള കുട്ടിയെയും കൊണ്ട് ആശുപത്രിയിൽ നിന്ന് അവർ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഈ പാസ്റ്റർ വലിയ ഡിപ്രഷനിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ മകൻ പാസ്റ്ററിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അപ്പ ഡോക്ടേഴ്സിന് കൊടുക്കാനുള്ള പണമൊക്കെ എല്ലാം കൊടുക്കണം. അവർ എനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടു, ഞാൻ മുകളിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഈ പാസ്റ്റർ ഈ അപ്പന് ഭയങ്കര ആകാംക്ഷയെ, നീ എവിടെ ഇരുന്നാണ് ഇത് കണ്ടത്? ഞാൻ മുകളിലിരുന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് വളരെയധികം എന്നെ സുഖപ്പെടുത്തി ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടേഴ്സ് ഒത്തിരി കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് സംശയമായി, ഈ മകൻ എന്തൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം ഉടനെ തന്നെ ഈ മകനെയും കൊണ്ട് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഈ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ഈ മകൻ കോൾട്ടനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മകൻ തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ പറഞ്ഞു. ആ ആശുപത്രി കിടക്കയിലായിരുന്നപ്പോൾ സ്വർഗത്തിൽ പോയ അനുഭവം, അവിടെ വെച്ച് ഈശോയെ കണ്ട അനുഭവം, ഒരു വെള്ള കുതിരയുടെ പുറത്ത് ഈശോ വരുന്ന അനുഭവം, അതൊക്കെ പറഞ്ഞപ്പോൾ ഈ സൈക്കാട്രിസ്റ്റ് ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. മരണത്തിൻ്റെ തൊട്ടടുത്ത് എത്തുന്നവർക്ക് ഇങ്ങനെയുള്ള ചില കാഴ്ചകളും ചിലപ്പോൾ ചില ഹലൂസിനേഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്, അത് തന്നെ മാറിക്കൊള്ളുമെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം ഈ മകൻ ഈ പാസ്റ്ററോട് പറയുകയാണ്, ഞാൻ അപ്പായുടെ അപ്പയെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ, അപ്പാപ്പനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ വീട്ടിലിരിക്കുന്ന ഈ അപ്പാപ്പൻ്റെ ഫോട്ടോ ഈ മകന് കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെയാണോ നീ കണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ 4 വയസ്സുകാരൻ പറഞ്ഞു, ഞാൻ ഈ ആളെയല്ല കണ്ടതെന്ന് പറഞ്ഞു, പക്ഷേ അപ്പായുടെ അപ്പനാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവരുടെ വീട്ടിലുണ്ടായിരുന്ന പഴയ ആൽബങ്ങളൊക്കെ തെരഞ്ഞ് അങ്ങനെ അതിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ ചിത്രങ്ങൾ എടുത്തപ്പോൾ ഒരു ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോ കിട്ടി, അത് കാണിച്ചു. അപ്പോൾ ഈ 4 വയസ്സുകാരൻ പറഞ്ഞു, ഞാൻ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെയാണ് കണ്ടത്. അപ്പോൾ സ്വർഗത്തിൽ ഈ കുട്ടി കണ്ടത് ഈ ഗ്രാൻഡ് ഫാദറിനെ, അപ്പാപ്പനെ കണ്ടത് ചെറുപ്പക്കാരനായിട്ടാണ്. ഒരുപക്ഷെ ദൈവശാസ്ത്രം അനുസരിച്ച് സ്വർഗത്തിലെത്തുമ്പോൾ പ്രത്യേകിച്ച് പ്രായവ്യത്യാസങ്ങളൊന്നുമില്ല, അവിടെ എല്ലാവരും ഒരേപോലെ ആയിരിക്കുമെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാസ്റ്ററിന് ഒത്തിരിയേറെ അതിശയമായി. അദ്ദേഹം പിന്നീട് ഈ കാര്യങ്ങൾ പിറ്റേ ഞായറാഴ്ചയിലെ സൺഡേയിലെ പള്ളിയിൽ പോയി പ്രസംഗിക്കുകയാണ്. എൻ്റെ മകൻ സ്വർഗം കണ്ടു, അവൻ സ്വർഗത്തിലെ പല അനുഭവങ്ങളും എൻ്റെ അടുത്ത് പങ്കുവച്ചു, അവൻ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ പ്രാർത്ഥനാ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ, അമേരിക്കയാണ് സ്ഥലം, അവിടെ കൂടിയിരുന്ന പള്ളിയിൽ വന്ന ആളുകളൊക്കെ പറഞ്ഞു, നിൻ്റെ മകൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട് നിനക്ക് ഡിപ്രഷനുണ്ട്, നീ പക്ഷെ വെറുതെ ആളുകളെ പറ്റിക്കാൻ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്, അങ്ങനെ ഒരു പാസ്റ്ററിന് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ നിന്നെ മാറ്റും എന്ന് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം വളരെ സങ്കടപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നു. അവൾ അദ്ദേഹം വീണ്ടും സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഭൂമിയിലുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. കാരണം നമ്മുടെ മകൻ്റെ ഈ ചികിത്സ മൂലം വലിയ കടബാധ്യതയാണ് വന്നിരിക്കുന്നത്, അത് നമ്മൾ വീട്ടണം. വലിയ കടബാധ്യത, നിങ്ങൾ ഈ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു വഴക്കിട്ടു. ഇദ്ദേഹം വലിയ സംശയങ്ങളിലും കൺഫ്യൂഷനിലൊക്കെയായി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വസ്ത്രങ്ങളൊക്കെ അലക്കി അത് മടക്കി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുട്ടി അമ്മയുടെ അരികിലേക്ക് ഓടി വന്നു. ഈ 4 വയസ്സുകാരൻ, അദ്ദേഹം കോൾട്ടൺ എന്ന് വിളിക്കുന്ന ആ കുട്ടി അമ്മയുടെ അരികിലേക്ക് ഓടി വന്നു. അമ്മേ, എനിക്കൊരു സിസ്റ്റർ ഉണ്ടല്ലേ, ഞാൻ ആ സിസ്റ്ററെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഉടനെ തന്നെ പറഞ്ഞു, നിനക്ക് ഒരു സിസ്റ്ററുണ്ട്, കാസി, നമ്മുടെ വീട്ടിലുണ്ടല്ലോ, കാസി എന്നാണ് അവളുടെ പേര്, നിൻ്റെ ചേച്ചി, നിനക്ക് അവളെ അറിയാവുന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി അമ്മയോട് പറഞ്ഞു, കാസി അല്ലാതെ ഒരു സിസ്റ്ററിനെ ഞാൻ കണ്ടു. ഞാൻ സ്വർഗത്തിലേക്ക് ചെന്നപ്പോൾ ആ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നു, എന്നെ ഒന്ന് കുറേ നേരം കെട്ടിപ്പിടിച്ചു, എനിക്ക് വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാസ്റ്ററിൻ്റെ ഭാര്യയ്ക്ക് വലിയ അതിശയമായി ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ. ഈ 4 വയസ്സുകാരൻ പറഞ്ഞു കേട്ടപ്പോൾ അപ്പോൾ ഈ കുട്ടി അമ്മയോട് ചോദിച്ചു, അമ്മേ, ആ സിസ്റ്റർ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് മരിച്ചുപോയ നിൻ്റെ ഒരു പെങ്ങളാണ്, പ്രസവിക്കുന്നതിന് 1 മാസം മുമ്പ് അവൾ മരിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് വലിയ ആകാംക്ഷയായി. ഈ സ്വർഗത്തിൻ്റെ ദർശനം കിട്ടിയ ഈ കുട്ടിയോട് അമ്മ ചോദിച്ചു, നിന്റെ പെങ്ങൾ വന്ന് നിന്നെ കെട്ടിപ്പിടിച്ചല്ലോ, അവളുടെ ഷേപ്പ് എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു, അമ്മയെപ്പോലെ തന്നെയാണ്, കാസിയേക്കാൾ കുറച്ച് പൊക്കം കുറവാണ്, അമ്മയുടെ തലമുടി തന്നെയാണ് അവൾക്കുമുള്ളത് എന്ന് അമ്മയോട് ഈ കുട്ടി പറഞ്ഞു. അമ്മയ്ക്ക് ഏറെ ആകാംക്ഷയായി. അപ്പോൾ ഈ അമ്മ കുട്ടിയോട് ചോദിച്ചു, അവളുടെ പേരെന്താണെന്ന് പറഞ്ഞത്? അവൾ എന്നോട് പറഞ്ഞത്, നിങ്ങൾ അവൾക്ക് പേരിട്ടിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ വിശ്വാസം വർദ്ധിച്ചു. കാരണം പ്രസവിക്കുന്നതിന് 1 മാസം മുമ്പാണ് ആ കുട്ടി മരിച്ചത്. ആ കുട്ടിക്ക് അവർ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ആ കുട്ടിയെ അവർ ശവസംസ്കാരം നടത്തുകയാണ് ചെയ്തത്.
അങ്ങനെ ഈ കുട്ടി സ്വർഗത്തിൽ പോയ അനുഭവങ്ങൾ, അവിടെ കണ്ട ആളുകളുടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി പറഞ്ഞപ്പോൾ ഈ പാസ്റ്ററിൻ്റെ ഭാര്യയും ഇതിൽ വിശ്വസിച്ചു. തുടർന്ന് പിന്നീട് വന്ന സൺഡേയിൽ ഈ പാസ്റ്റർ അവിടെ അവരുടെ പള്ളിയിൽ ഉറക്കെ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും there is heaven, സ്വർഗമുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായി. എൻ്റെ മകൻ ഒരിക്കലും കാണാത്ത എൻ്റെ കുടുംബത്തിലെ അനുഭവങ്ങളൊക്കെ അവന് സ്വർഗത്തിലെ ചില ദർശനങ്ങൾ കിട്ടിയപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വർഗമുണ്ട് എന്നുള്ളതിന് ഉറപ്പാണ്. നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ സ്വർഗത്തെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, സ്വർഗത്തെക്കുറിച്ച് ഞാൻ പ്രസംഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ വലിയ ബോധ്യങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ മകൻ സ്വർഗത്തിൽ കണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി there is heaven. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ പാസ്റ്റർ ടോഡിൻ്റെ വളരെ മനോഹരമായ പുസ്തകമാണ് there is for heaven. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, ഞാൻ ഇതേക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൂഗിൾ ഇതിൻ്റെ കുറേ വീഡിയോസ് കണ്ടു, വളരെ ആകർഷകമായിരുന്നു. അതിൽ ഗൂഗിൾ ഇതിൻ്റെ കഥകളുണ്ട്, ഇതിൻ്റെ സംഭവമുണ്ട്, ട്രൂ സ്റ്റോറിയൊക്കെ ഉണ്ട്. എന്നെ വല്ലാതെ ആകർഷിച്ചൊരു സംഭവമാണ് അത്. സ്വർഗം ഉണ്ടെന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ 2010 സംഭവിച്ചൊരു കാര്യം. ഏറെ വർഷങ്ങൾക്ക് മുമ്പല്ല ഇത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ സ്വർഗാരോഹണത്തെക്കുറിച്ച് കേൾക്കുമ്പോഴും സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോഴും ഒക്കെ നമുക്കതിലൊരു വിശ്വാസവും ബോധ്യവും വരണമെങ്കിൽ സ്വർഗമുണ്ട് എന്നൊരു ഉറപ്പ് നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്വർഗം ഉണ്ട് എന്ന ഉറപ്പില്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോഴും അത് പതിവ് പോലെ കടന്നു പോകും. എല്ലാ വർഷവും നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുമ്പോഴും അത് പതിവ് പോലെ കടന്നു പോകും. എന്നാൽ സ്വർഗമുണ്ട്, എനിക്ക് അവിടെ പോകാൻ പറ്റും എന്നൊരു ബോധ്യം കിട്ടുന്ന ഒരു വ്യക്തിയുടെ ജീവിതം വ്യത്യസ്തമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ ഏലീഷായുടെയും ഏലിയായുടെയും ജീവിതത്തിലൊരു സംഭവം നമ്മൾ വായിക്കും. നമുക്കറിയാം, ഏലിയ പ്രവാചകൻ വളരെ ശക്തനായിട്ടുള്ള പ്രവാചകനായിരുന്നു. ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു ഏലീഷ പ്രവാചകൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏലിയായുടെ മരണസമയം അടുത്തപ്പോൾ, ഏലിയ മരിക്കുകയല്ല ചെയ്തത്, ഏലിയ സ്വർഗത്തിലേക്ക് ഏലിയായെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2 രാജാക്കന്മാർ 2-ാം അധ്യായം വായിച്ചാൽ നമുക്കത് പിടികിട്ടും. അപ്പോൾ ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ദിവസം ഏലിയയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ ആ ദിവസം അങ്ങനെ പ്രത്യേകമായിട്ട് 3 സ്ഥലങ്ങളിലേക്ക് ദൈവം ഏലിയായെ കൊണ്ടുപോവുകയാണ്. ബഥേലിലേക്കും ജെറീക്കോയിലേക്കും ജോർദാനിലേക്കും. അങ്ങനെ ഈ 3 സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഏലീഷ പിന്നാലെ നടക്കുകയാണ്. അപ്പോൾ ഏലീഷയോട് ഏലിയ പറഞ്ഞു, ഞാൻ അവിടെ പോയി ദൈവത്തോട് സംസാരിക്കട്ടെ, നീ അവിടെ നിന്നോ, നീ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. പക്ഷേ ഏലീഷ പറഞ്ഞു, ദൈവമാണ് സത്യം, അങ്ങ് എവിടെ പോയാലും ഞാൻ കൂടെ വരും. അങ്ങനെ ഈ 3 സ്ഥലത്തേക്കും ഈ ഏലീഷ പിന്നാലെ ചെല്ലുകയാണ്. അവസാനം ജോർദാനിൽ വെച്ച് ജോർദാൻ നദിയിലെ വെള്ളം തൻ്റെ കയ്യിലുള്ളൊരു മേലങ്കി കൊണ്ട് തട്ടി അങ്ങനെ വെള്ളം മാറ്റി അതിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എലീഷായോട്, നിനക്ക് ഞാൻ എന്താണ് തരേണ്ടത്? അപ്പോൾ തൻ്റെ ഗുരുനാഥനോട് പറഞ്ഞു, അങ്ങേക്കുള്ള ആത്മാവിൻ്റെ ശക്തിയുടെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കണം. അപ്പോൾ ഏലിയ പ്രവാചകൻ പറഞ്ഞ കാര്യം ഇതാണ്, ദുഷ്കരമായ കാര്യമാണ് നീ ചോദിക്കുന്നത്, പക്ഷെ ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ നിനക്കത് ലഭിക്കും എന്ന് പറഞ്ഞു. ഏലീഷ പ്രവാചകൻ ഏലിയായിൽ നിന്ന് മാറിപ്പോകാതെ പിന്നാലെ നടന്നു. അല്പസമയത്തിനുള്ളിൽ ഏലിയായെ സ്വർഗത്തിലേക്ക് ആഗ്നേയ രഥങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടു. അദ്ദേഹം എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്ന് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏലിയായെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി. പിന്നീട് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, ഏലീഷ ആഗ്രഹിച്ചതുപോലെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ലഭിച്ച് ഏലിയ പ്രവർത്തിച്ചതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ, മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്ന അത്ഭുതങ്ങൾ വരെ പ്രവർത്തിക്കുവാൻ
എലീഷായ്ക്ക് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, സ്വർഗം ആഗ്രഹിക്കുന്ന വ്യക്തികളോട്, സ്വർഗത്തിൻ്റെ വരങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് ദൈവം പറഞ്ഞു തരുന്ന കാര്യം ഇതാണ്: എലീഷായെ പോലെ എപ്പോഴും ദൈവത്തെ പിന്തുടരണം. ഏലിയായെ പിന്തുടർന്ന പോലെ, മാറി നിൽക്കാൻ സമ്മതിക്കാതിരുന്നത് പോലെ, എപ്പോഴും ഏലിയായുടെ കൂടെ നടന്ന് തീവ്രമായിട്ടുള്ള അഭിലാഷത്തിൽ സ്വർഗം സ്വന്തമാക്കിയതുപോലെ യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും വചനത്തിൽ വിശ്വസിച്ച് യേശുവിൻ്റെ കൂടെ ചേർന്ന് നിന്ന് നന്മ പ്രവൃത്തികൾ ചെയ്ത് ജീവിത വിശുദ്ധിയിൽ ജീവിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ സ്വർഗം ലക്ഷ്യമാക്കി ജീവിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിലെത്തിച്ചേരാൻ സാധിക്കും. ആ വലിയ പ്രത്യാശയാണ് സ്വർഗാരോഹണ തിരുനാൾ നമുക്ക് തരിക. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയണം. പരിശുദ്ധാത്മാവിനോടുള്ള ഒരു ഗാനം നമ്മൾ ആലപിക്കാൻ ഒരുങ്ങുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ആ പാസ്റ്റർ പറഞ്ഞതുപോലെ, സ്വർഗത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ദേവാലയത്തിൽ ഞാൻ പലവട്ടം പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ 4 വയസ്സുള്ള മകനുണ്ടായ അനുഭവങ്ങൾ കേട്ടപ്പോൾ സ്വർഗമുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതേ സ്നേഹമുള്ളവരെ, സ്വർഗത്തെക്കുറിച്ച് പലതും നമ്മൾ കേട്ടിട്ടുണ്ട്, സ്വർഗത്തെക്കുറിച്ച് നമുക്ക് പലതും അറിയാം. പക്ഷേ സ്വർഗമുണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ടാവുക, അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അൽഫോൻസാമ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ സന്തോഷത്തോടെ എനിക്കിനിയും സഹനം തരിക എന്ന് പറഞ്ഞത് സ്വർഗമെന്ത് എന്നൊരു ഉറപ്പ് അൽഫോൻസാമയ്ക്കുള്ളത് കൊണ്ടാണ്. വിശുദ്ധരായ ഓരോരുത്തരും ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ, തകർച്ചകളിലൂടെ കടന്നു പോയപ്പോൾ, രോഗങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അവർ വലിയ ബോധ്യത്തോടുകൂടി ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചത് സ്വർഗമുണ്ട് എന്നൊരു ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ്. ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന നമുക്ക് ഈ വലിയ വിശ്വാസവും ബോധ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. എലീഷായെ പോലെ അനുഗ്രഹം ലഭിച്ചിട്ടല്ലാതെ ഞാൻ മാറിപ്പോവുകയില്ല എന്ന നിർബന്ധ ബുദ്ധിയോടെ ഈശോയുടെ വചനത്തോട് ചേർന്ന് ജീവിക്കാനും പ്രാർത്ഥിക്കാനും ജീവിത വിശുദ്ധിയെ സ്നേഹിക്കാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലി, നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, വചനത്തിന്റെ ശക്തിയും വചനത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ഈശോയെ സ്വർഗത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസവും ബോധ്യവും വർദ്ധിപ്പിക്കണമേ. കർത്താവായ യേശുവേ, സ്വർഗമുണ്ടെന്നും ദൈവത്തിൽ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്നും ഉറച്ച ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. നാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ മമനാഥനെ ഒന്നു കാണുവാൻ മനം കാത്തിടുന്നു. മമനാഥനെ ഒന്നു കാണുവാൻ മനം കാത്തിടുന്നു. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവന്നു നിൻകൃപയാൽ ഒരു നാളും നീ തിരിയാതെ കരുതുന്നു കൺമണി പോ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവന്നു നിൻകൃപയാൽ ഒരു നാളും നീ തിരിയാതെ
സ്വർഗനാട്ടിലും പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമനാഥനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു മമനാഥനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യും അന്ത്യം വരെ നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യും അന്ത്യം വരെ അല്ലൽ തീർന്നു നിൻ സവിദേവരാ ഇല്ല പാരിൽ വിശ്രമവും അല്ലൽ തീർന്നു നിൻ സവിദേവരാരില്ല പാരിൽ വിശ്രമവും സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമനാഥനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു മമനാഥനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു കാഹളം വാനിൽ കാണുവാൻ ഇന്നില്ല നിൻ പ്രിയനേ കാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ ആശയേറുന്നേ നിന്നെ കാണുവാൻ അമനീശുവേ വരണേ ആശയേറുന്നേ നിന്നെ കാണുവാൻ അമനീശുവേ വരണേ സ്വർഗനാട്ടിലും പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമനാഥനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടും സ്വർഗനാട്ടിലും സുഖപ്പെടുത്തണം അനുഗ്രഹിക്കണം സുഖപ്പെടുത്തണം യേശുവേ അനുഗ്രഹിക്കണം സുഖപ്പെടുത്തണം യേശുവേ ആരാധന മഹത്വം 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 ഈശോയെ അനുഗ്രഹിക്കണം ഈശോയെ അനുഗ്രഹിക്കണം ഈശോയെ അനുഗ്രഹിക്കണം ഈശോയെ അനുഗ്രഹിക്കണം ഈശോയെ 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 അനുഗ്രഹിക്കണം കർത്താവേ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കും എല്ലാ മക്കളെ അനുഗ്രഹിക്കണം എല്ലാ സഹോദരങ്ങളെ അനുഗ്രഹിക്കും എല്ലാ രോഗികളെ സുഖപ്പെടുത്തണം ഈശോയെ ഈശോയെ ആരാധന 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 കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം ഹല്ലേലൂയ 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 യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗം ഇറങ്ങി വരട്ടെ സ്വർഗ്ഗത്തിന്റെ ശക്തി സ്വർഗ്ഗത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ സ്വർഗ്ഗത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ സ്വർഗ്ഗത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ ഹല്ലേലൂയ 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 ഈശോയെ അനുഗ്രഹിക്കണം 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 അഭിഷേകം കൊണ്ട് നിറയ്ക്കണം വിശ്വാസം വർദ്ധിപ്പിക്കണം രോഗങ്ങൾ സുഖപ്പെടുത്തണം യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങളും കെട്ടുകളും അഴിയട്ടെ പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ ശക്തി വ്യാപരിക്കട്ടെ ശക്തി വ്യാപരിക്കട്ടെ ശക്തി വ്യാപരിക്കട്ടെ ശക്തി നിറയട്ടെ ശക്തി വ്യാപരിക്കട്ടെ ശക്തി വ്യാപരിക്കട്ടെ ശക്തി വ്യാപരിക്കട്ടെ ശക്തി വ്യാപരിക്കട്ടെ ഹല്ലേലൂയ 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 കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ വൈദികരും അനുഗ്രഹിക്കപ്പെടട്ടെ സിസ്റ്റേഴ്സ് അനുഗ്രഹിക്കപ്പെടട്ടെ തിരുസഭ അനുഗ്രഹിക്കപ്പെടട്ടെ അഭിഷേകം നിറയട്ടെ കൃപ നിറയട്ടെ കൃപ നിറയട്ടെ കൃപ നിറയട്ടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 മഹത്വം 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 എല്ലാ മഹത്വവും ഈശോ
എല്ലാ മഹത്വവും ഈശോയ്ക്ക്, എല്ലാ മഹത്വവും ഈശോയ്ക്ക്, എല്ലാ മഹത്വവും ഈശോയ്ക്ക്, എല്ലാ മഹത്വവും ഈശോയ്ക്ക്. അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. സ്നേഹമുള്ളവരെ, കൈകാലുകൾക്ക് ശക്തമായിട്ടുള്ള വേദന ഈ ദിവസങ്ങളിലുള്ള 9 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഈ കാലാവസ്ഥ മാറ്റത്തിന് ശേഷം തുമ്മൽ, ജലദോഷം, അലർജി രോഗങ്ങൾ, ഇങ്ങനെയുള്ള മറ്റ് അസ്വസ്ഥതകളുള്ള 37 പേരെ കർത്താവ് അനുഗ്രഹിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഗോൾ ബ്ലാഡർ സംബന്ധമായിട്ടുള്ള എന്തോ രോഗപീഠയുള്ള ഒരാളെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, വാൽവുകളുടെ തകരാറ്, മറ്റങ്ങനെയുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള 4 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. വിദേശത്ത് ജോലിക്ക് പരിശ്രമിക്കുന്ന 4 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മഴക്കാലത്ത് ഒരു ഷെഡ് പോലെയുള്ള വീട്ടിൽ കഴിയുന്ന ഒരു കുടുംബം ഏറെ കഷ്ടപ്പാടിലാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് ഈ മഴക്കാലത്ത് ഏറെ അസ്വസ്ഥതകളുണ്ട്. കർത്താവ് അവരെ ചേർത്ത് പിടിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും സംരക്ഷണം തരികയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 കുറേ നാളുകളായിട്ട് വിവാഹാലോചനകൾ വരുന്നെങ്കിലും വിവാഹം നടക്കുന്നില്ല. അങ്ങനെയുള്ള 4 പേരുടെ വിവാഹം കർത്താവ് പെട്ടെന്നായിട്ട് ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതിലൊരാൾക്ക് ലിവർ രോഗം വളരെ ശക്തമാണ്. നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് മദ്യപാനം നിർത്താൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ഡോക്ടേഴ്സ് നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് മദ്യപാനം നിർത്തുവാൻ, അല്ല എങ്കിൽ അപകടമാണ്. അങ്ങനെ ലിവർ സംബന്ധമായ അസുഖങ്ങൾ ആ സഹോദരനും, പിന്നെ ഫാറ്റി ലിവർ, അതുപോലെ മറ്റ് അസ്വസ്ഥതകളൊക്കെയുള്ള 3 പേരും, അങ്ങനെ 4 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 സ്കൂൾ തുറക്കാൻ പോകുന്നു. മക്കളുടെ പഠന ആവശ്യങ്ങൾ, പഠന ചെലവ്, അതെങ്ങനെയൊക്കെ നടത്തും എന്ന് ആലോചിച്ച് ഏറെ ആകുലപ്പെടുന്ന 27 കുടുംബങ്ങൾക്ക് കർത്താവ് വഴി തുറന്നു കൊടുക്കുന്നു. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ അവർക്ക് കർത്താവ് സഹായം ഒരുക്കി കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തമായിട്ടുള്ള തലവേദന, മൈഗ്രെയിൻ പോലെയുള്ള തലവേദനയുള്ള 7 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. മുഖത്ത് കറുത്ത പാടുകൾ ഉണ്ടാകുന്നു. മുഖക്കുരുവും കറുത്ത പാടുകൾ ഉണ്ടാകുന്നതിനാൽ ഏറെ അപകർഷതാബോധത്തിലൂടെ കടന്നു പോകുന്ന 3 പെൺകുട്ടികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അവരുടെ കാര്യത്തിൽ ഈശോ ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. കടുത്ത നിരാശയും സങ്കടമൊക്കെ ആയിരുന്ന 9 പേർക്ക് കർത്താവ് പ്രത്യാശ നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 അയൽപ്പക്കങ്ങൾ തമ്മിൽ കുറേ നാളുകളായിട്ട് വഴക്കാണ്. രമ്യതയിലേക്ക് കടന്നു വരാൻ ഈശോ അനുഗ്രഹം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ സാന്നിധ്യം പ്രത്യേകമായിട്ട് ലഭിക്കുന്നു.
പുണ്യവതിയുടെ അനുഗ്രഹം പലർക്കും ലഭിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു സാക്ഷ്യം. എൻ്റെ മകൾക്ക് സൗദിയിൽ മെഡിക്കൽ കിട്ടുന്നതിനും പേപ്പർ വർക്കുകൾ വേഗത്തിൽ നടക്കുന്നതിനും വേണ്ടി ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ വന്ന് 3 ചൊവ്വാഴ്ച വിശുദ്ധ കുർബാനയിലും നൊവേനകളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കാമെന്ന് നേർന്നിരുന്നു. 3 ആഴ്ചകളിൽ ഇവിടെ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൂദാസ് ലീഹായുടെയും വിശുദ്ധ അന്തോണിസിനെ നൊവേനകളിൽ പങ്കെടുത്ത് മാധ്യസ്ഥപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ നിയോഗങ്ങളെല്ലാം സാധിച്ചു തന്ന ഈശോയ്ക്ക് നന്ദിയും ആരാധനയും സമർപ്പിക്കുന്നു. റോയിച്ചൻ മോളി കാക്കവയൽ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല നലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നത് വരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമീൻ. ഒരിക്കൽ കൂടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവേ എല്ലാവരും അനുഗ്രഹിക്കണമേ. ഒരാളെ പോലും വെറുകയോടെ പറഞ്ഞയക്കരുത്. ഈശോയെ അനുഗ്രഹിക്കണമേ, 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 അനുഗ്രഹിക്കണമേ. യൂട്രസ് സംബന്ധമായിട്ടുള്ള രോഗപീഠകൾ, ശക്തമായിട്ടുള്ള ബ്ലീഡിങ്, അങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകളുള്ള 4 സഹോദരിമാരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അടിവയറ്റിന്റെ ഭാഗത്ത് ശക്തമായിട്ട് വേദനയുള്ള 2 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കാതുകളിൽ ഈ ദിവസങ്ങളിൽ പഴുപ്പും വേദനയുമുള്ള ഒരാളെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും
മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാശം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും